والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد. അവസാനത്തെ ആയത്താണ് വിശദമായി നമ്മൾ പഠന വിധേയമാക്കുന്നത്. സൂറത്ത് നാസിന്റെ പ്രത്യേകതയും അതിൻ്റെ പ്രാധാന്യവും ഒരു വിശ്വാസിയായ മനുഷ്യന് സൂറത്ത് നാസ് എത്രമാത്രം അവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്, ഒരു ദിവസം എത്ര തവണ അവനത് പാരായണം ചെയ്യേണ്ടതുണ്ട്, അതവൻ എങ്ങനെയൊക്കെ പഠിക്കേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദമായി പറഞ്ഞ കാര്യമാണ്. ഇവിടെ മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നുകളിലും മനുഷ്യരിലും പെട്ട മനുഷ്യ ഹൃദയത്തിൽ വസ്വാസം ഉണ്ടാക്കുന്ന ശൈത്താനിൽ നിന്ന് രക്ഷ ചോദിക്കുന്നു എന്നാണ്. അപ്പോ ജിന്ന് വർഗത്തെക്കുറിച്ച് വ്യക്തമായി പഠിക്കണം, മനസ്സിലാക്കണം. കാരണം മനുഷ്യന് അല്ലാഹു തആല പരീക്ഷണമാക്കി വെച്ചിട്ടുള്ള ഒരു സൃഷ്ടിയാണ് ജിന്ന് വർഗം. അതുകൊണ്ട് തന്നെ ജിന്ന് വർഗത്തെക്കുറിച്ച് അള്ളാഹു എന്ത് പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയുന്നു, അത് പഠിക്കുക. അത് പഠിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, ഈ ജിന്ന് വർഗത്തെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങൾ, കെട്ടുകഥകൾ ഒരുപാട് സമൂഹത്തിൽ പ്രചരിക്കുന്നത് കാണാം. ജിന്നിനെ കുറിച്ചുള്ള ഒരുപാട് കെട്ടുകഥകൾ, ഐതിഹ്യങ്ങൾ പണ്ട് മുതലേ നമ്മൾ കേട്ടുവരുന്ന പലതുമുണ്ട്. അപ്പൊ അത് തിരിച്ചറിയാൻ നമുക്ക് ഈ പഠനം സഹായിക്കും. ജിന്ന് വർഗത്തെക്കുറിച്ച് ഖുർആനിലും സുന്നത്തിലും എന്ത് പറയുന്നു അത് മനസ്സിലാക്കുക. മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് നമുക്ക് അത് പരീക്ഷണമാകുന്നത്? ഒരു പരീക്ഷണമാണ് നമുക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെയാണത് പരീക്ഷണമാകുന്നത് എന്ന് അറിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഷെറിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതിനാണ് നമ്മളിത് പഠിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെ, 72-ാം അധ്യായം തന്നെ സൂറത്തുൽ ജിന്നാണ്. അങ്ങനെ ഒരു സൂറത്ത് തന്നെ അവിടെ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് കാണാൻ കഴിയില്ല, പക്ഷേ നമ്മെ ഇങ്ങോട്ട് കാണും എന്ന് സൂറത്ത് ആറാഫിൽ അല്ലാഹ് പറഞ്ഞു. ജിന്ന് വർഗം നമ്മളെ ഇങ്ങോട്ട് കാണും, നമുക്ക് അങ്ങോട്ട് കാണാൻ കഴിയില്ല. ഈ ജിന്ന് വർഗത്തിൽപ്പെട്ട ശൈത്താന്മാർ അവര് നമ്മുടെ ശത്രുക്കളാണ്, അദുവാണ്. അദുവല്ലാ, അള്ളാന്റെ ശത്രു. അദുവൻ മുബീൻ, വ്യക്തമായ ശത്രു. അദുവൻ മുദില്ലുൻ മുബീൻ, വ്യക്തമായ വഴിതെറ്റിക്കുന്ന ശത്രു. ഗറൂർ, മഹാവഞ്ചകൻ. ഹദൂല്, ചതിയിൽപ്പെടുത്തി ഊരിക്കളഞ്ഞ് പിന്മാറിപ്പോകുന്നവൻ. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ജിന്ന് വർഗത്തെക്കുറിച്ച് അല്ലാഹു തആല, ജിന്ന് വർഗത്തിലെ ശൈത്താന്മാരെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ തന്നെ, ഒരു മനുഷ്യന് നരകത്തിൽ എത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ശൈത്താനാണ്. ഒരു മനുഷ്യൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഫമൻ സുഖ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തിയാൽ അതിൻ്റെ കാരണം ശൈത്താനിൻ്റെ ഷർറിൽ നിന്ന് മരിക്കുന്നതിൻ്റെ മുമ്പായിട്ട് അവൻ രക്ഷപ്പെട്ടു എന്നതാണ്. ഏത് സമയം വരെ ശൈത്താൻ നമ്മളെ പ്രയാസപ്പെടുത്തുന്നറിയോ? റസൂല് പഠിപ്പിച്ചൊരു പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ യതഹബ്ബതനി അശ്ശൈത്വാനു ഇൻദൽ മൗത്ത്. മരണസമയത്ത് വരെ എന്നെ ശൈത്താൻ പ്രയാസപ്പെടുത്തും, അതിൽ നിന്ന് എന്നെ കാക്കു പടച്ചവനെന്നാ. മരിക്കുന്ന സമയത്ത് വരെ ശൈത്താൻ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കും. അപ്പുറം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല പരീക്ഷണമാക്കി വെച്ചത് ആരൊക്കെ ഇത് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുമെന്ന് അറിയാനാണ് അല്ലാഹു തആല പരീക്ഷണമാക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത് തിരിച്ചറിയുക എന്നതാണ് നമ്മളിത് പഠിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പൊ നിങ്ങൾ നോക്കി, ഖുർആൻ നമുക്ക് ഒരുപാട് ഇൽമ് നൽകുന്നു, ഒരുപാട് അറിവുകൾ നൽകുന്നു. ഈ അറിവുകളെയെല്ലാം നമ്മളിങ്ങനെ ചുരുക്കി കൊണ്ടുവന്നാൽ 2 ഹെഡിങ്ങിൻ്റെ താഴെ ചുരുക്കാൻ പറ്റും. ഖുർആൻ നൽകുന്ന പ്രധാനപ്പെട്ട 2 ഇൽമ് എന്താണെന്നറിയോ? ആ പ്രധാനപ്പെട്ട 2 ഇൽമിൽ നിന്നാണ് ബാക്കി എല്ലാ ഇൽമും ഉണ്ടാകുന്നത്. ഖുർആൻ നൽകുന്ന 2 ഇൽമിൽ ഒന്ന് മഅരിഫത്തുല്ലാഹ്, അള്ളാഹനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഖുർആൻ വായിച്ചു നോക്കി,
ഖുർആൻ എവിടെയും അള്ളാഹിനെ പറ്റി ഇങ്ങനെ മനസ്സിലാക്കി തരാം. പടച്ചവൻ ആരാണ്, അള്ളാഹു ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാണ്. രണ്ടാമത്തത് എന്താണെന്നറിയോ? ഷെയ്ത്താനിനെ തിരിച്ചറിയലാണ്. ഷെയ്ത്താൻ ആരാണ്, ഷെയ്ത്താൻ എന്താണെന്നുള്ള തിരിച്ചറിവുണ്ടാക്കി തരലാണ് ഖുർആൻ നമുക്ക് നൽകുന്ന 2 ഇൽമുകളിൽ രണ്ടാമത്തെ ഇൽമു. ഷെയ്ത്താനെ കുറിച്ച് തിരിച്ചറിയുക. അപ്പോൾ വളരെ പ്രധാനമാണ് ഇതെന്നർത്ഥം. ഷെയ്ത്താനെ കുറിച്ച് നമ്മൾ അറിയണം, പഠിക്കണം, മനസ്സിലാക്കണം. പ്രാർത്ഥനകൾ നിങ്ങൾ നോക്കി, ഇപ്പോൾ മുഅവ്വദത്തൈനി ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്കും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ആരിൽ നിന്നാണ് കാവലിനെ? ഷെയ്ത്താനിൽ നിന്നാണ്. ആയത്തുൽ കുർസി ആരിൽ നിന്നാ കാവല്? ഷെയ്ത്താനിൽ നിന്നാണ്. ഖുൽ അഊദു എന്ന് തുടങ്ങിയിട്ട് ഒരുപാട് പ്രാർത്ഥന ഇല്ലേ? ആ ദിക്റുകളും ആ പ്രാർത്ഥനകളൊക്കെ ആരിൽ നിന്നാണ് ഈ ശരണം? ഷെയ്ത്താനിന്റെ പ്രവർത്തികളിൽ നിന്നാണ് ഓരോന്ന്. അപ്പൊ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബുഖലി, ഒരു പ്രാർത്ഥന, ഒരു ഉദാഹരണം പറയാം, എക്സാമ്പിൾ പറയാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബുഖലി, പിശുക്കിൽ നിന്ന് എന്നെ കാക്ക് പടച്ചവനെ. ഈ പിശുക്ക് ആരുതാണ്? ഷെയ്ത്താൻ. ഖുർആൻ അല്ലാഹ് പറഞ്ഞതാ. പിശുക്ക് എന്ന അവസ്ഥ ഷെയ്ത്താൻ ഉണ്ടാക്കുന്നതാ. അങ്ങനെ തുടങ്ങിയിട്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക എന്ന് പറയുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെയും ആരുതാണ്? അപ്പൊ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ നഫ്സിൻ ലാ തശ്ബഅ, നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്ന, എപ്പോഴും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന. റസൂല് നമ്മളിവിടെ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. റസൂൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ നഫ്സിൻ ലാ തശ്ബഅ, ആർത്തിയടങ്ങാത്ത മനസ്സിൽ നിന്ന് കാക്ക് പടച്ചവനെ. കാവലിനെ ചോദിക്കുന്നു. ഈ ആർത്തിയടങ്ങാത്ത മനസ്സ് ആരുണ്ടാക്കണതാ? ഷെയ്ത്താൻ ഉണ്ടാക്കണം. ഏത് നോക്കി അല്ലാഹുമ്മ അഊദു എന്ന് പറഞ്ഞു തുടങ്ങണ ഏത് കാര്യവും ഷെയ്ത്താൻ്റെതായി. ഇത് നമ്മൾ അറിഞ്ഞേ പറ്റുള്ളൂ, അത് പഠിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ മിനൽ ജിന്നത്തി വന്നാസ് എന്ന ഖുൽ അഊദു ബിറബ്ബിൻ നാസിന്റെ അവസാന ഭാഗത്ത് മിനൽ ജിന്ന, ജിന്ന് വർഗത്തിൽപ്പെട്ട എന്ന് ആ വിഭാഗത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി അവസാനം നമ്മൾ പറഞ്ഞതാണ് 3 വിഭാഗമാണ് ജിന്ന് വർഗത്തിലുള്ളത്. ഒന്ന് അഫാരിയത്ത്. അതാണ് ഇഫ്രീത്തു മിനൽ ജിന്ന് എന്ന് ഖുർആൻ പറഞ്ഞ, ഖുർആൻ ജിന്നുകളിലെ മല്ലന്മാര്. പിന്നെ ഹുബിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു തരം ഭ്രാന്തന്മാരായ ജിന്നുകൾക്കാണ് ഹുബിൽ എന്ന് പറയാം. ഹുബിൽ എന്ന് പറഞ്ഞത് ജിന്നുകളെ കൂട്ടത്തിലെ ഭ്രാന്തന്മാരാണ് ഹുബില്. 3 ഗീലാനാണ്. ഗീലാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നെ നിസ്കാരം അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെ തെറ്റിച്ച് കൊണ്ടുപോകുന്ന ഈ അത്തരം ജിന്നുകൾക്കാണ് എന്ത് പറയാ? ഗീലാൻ എന്ന് പറയും. റസൂൽ പറയുന്നുണ്ട്, ഗീലാൻ വർഗത്തിൽപ്പെട്ട ജിന്നുകൾ നിങ്ങളെ പ്രയാസപ്പെടുത്തുമ്പോൾ ബാദിറു ബിൽ അദാൻ, ബാങ്ക് കൊടുക്കാൻ പറയുന്നുണ്ട്. ബാങ്ക് കേട്ട ഓടുന്ന ജിന്നുകളാണ് ഇത് ഗീലാൻ. ഇത് 3 തരം ജിന്നുകളുണ്ട് എന്നാണ് ഖുർആനും ഹദീസിലും വന്നതാണ്. ഇഫ്രീത്തു മിനൽ ജിൻ നമ്മൾ സുലൈമാന്റെ കഥ വിശദമായിട്ട് നമ്മൾ ആയത്ത് നോക്കി കണ്ട് പഠിച്ചതാണ്. ശരി, എങ്കിൽ ഇന്ന് പറയാൻ പോകുന്ന കാര്യം, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കൈദു ഷെയ്ത്താൻ, ഷെയ്ത്താനിന്റെ തന്ത്രം. കൈദു ഷെയ്ത്താനിന്റെ തന്ത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. കൈദു ഷെയ്ത്താൻ, കൈദ് എന്ന് പറഞ്ഞാൽ തന്ത്രം എന്നാണ്. ഈ പിന്നെ ജിന്നുവർഗത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ മനുഷ്യരെക്കാൾ അവര് പിന്നെ എല്ലാം കൊണ്ടും കഴിവുകൾ കൊണ്ട് ശക്തി ഉള്ളവരാണെന്ന് നമ്മൾ പറഞ്ഞത് ഇല്ല, കുറവാന്നാ പറഞ്ഞത്. ശക്തി കൊണ്ട്, കഴിവ് കൊണ്ട് മനുഷ്യരെക്കാൾ മേലെയാണെന്നോ താഴെയാണെന്നോ പറഞ്ഞത്? ജിന്നുകൾ മേലെന്നാ പറഞ്ഞത് അല്ലേ? മനുഷ്യരെക്കാൾ കഴിവുകൾ അവർക്കുണ്ട്. അതാണ് സുലൈമാൻ നബിന്റെ കൊട്ടാരത്തിൽ ബിൽഖീസ് രാജ്ഞിന്റെ കൊട്ടാരം ഇവിടുന്ന് നീക്കണ മുമ്പ് കൊണ്ടുവരാമെന്ന് പറഞ്ഞത്. അത് നമ്മൾ ആയത്തുകൾ നമ്മൾ പഠിച്ചു. എന്നാൽ അത് പറയുമ്പോൾ ശരി, അവര് നമ്മളെക്കാൾ ശക്തിയുള്ള വർഗമാണ്, പക്ഷെ നമുക്ക് പേടിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ചില ആൾക്കാരൊക്കെ എന്താ പറയാ അറിയോ? ചില ആൾക്കാർ പറയല് ഈ ജിന്നിനെ പറ്റിയൊക്കെ എങ്ങനെ പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കാന്നാ പറയാ. ജിന്ന് വർഗത്തെക്കുറിച്ച് പറഞ്ഞിങ്ങാണ്ട് ഇങ്ങനെ മനുഷ്യനെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് പേടിപ്പിക്കാന്നാണ്. അത് വെറുതെ. ജിന്നിനെ കുറിച്ച് പഠിച്ചാൽ എന്താ ഉണ്ടാകുക അറിയോ? ജിന്നിനെ കുറിച്ചുള്ള പേടിയില്ലാതാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ജിന്ന് ആരാണ് എന്ന് നമ്മൾക്ക് പഠിക്കാൻ പറ്റും. നമ്മളെ എങ്ങനെയാണ് അത് ഉപദ്രവിക്കാന്നും പഠിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് പേടി കുറേ ചെയ്യാം, പേടി കൂടെ ചെയ്യാം, കുറേയല്ല ചെയ്യാം.
കാരണം ഇത് നമുക്ക് അങ്ങോട്ട് കാണാൻ കഴിയാത്ത ശത്രുവാണല്ലോ, അതുവാണല്ലോ. അപ്പൊ എവിടെയൊക്കെ വരും, എങ്ങനെയൊക്കെ വരും, ശരി, എങ്കിൽ അവനെ ഓടിക്കാൻ നമ്മളെ കയ്യിൽ എന്താ ഉള്ളത്? അതാണ് പഠിച്ചു വെച്ചാൽ, മനസ്സിലാക്കി വെച്ചാൽ ധൈര്യമായിട്ടിരിക്കുക, അല്ലേ? ധൈര്യം ഇല്ലാതിരിക്കലായിരിക്കാം. നമ്മളെ കയ്യിൽ ആയുധം ഇല്ലാത്തവനാണ് ആരെക്കുറിച്ച് പേടിക്കേണ്ടി? ശത്രുവിനെ കുറിച്ച് പേടിക്കൽ ആരാ? കയ്യിൽ ആയുധമില്ലാത്തവനെ ശത്രുവിനെ കുറിച്ച് പേടിക്കാം. ആയുധമുള്ളവന് ശത്രുവിനെ കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. അപ്പം ഇന്ന് നമ്മൾ പഠിക്കുന്നത് കൈദ് ഷെയ്ത്താൻ, ഷെയ്ത്താന്റെ തന്ത്രം. ഷെയ്ത്താൻ എത്ര ശക്തിയുള്ളവനാണെങ്കിലും അവന്റെ തന്ത്രം എങ്ങനെയാണ് എന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആർക്കാണ് ഷെയ്ത്താനിൽ നിന്ന് കാവലിനെ കിട്ടുക? ഷെയ്ത്താനെ പേടിക്കാതെ നിർഭയത്വത്തോടെ ആർക്കിരിക്കാൻ പറ്റും? മരിക്കണ സമയത്ത് വരെ വിശ്വാസം ഉണ്ടാക്കും നമ്മൾ പറഞ്ഞല്ലോ. എങ്കിൽ പേടിക്കാതെ ഇരിക്കാൻ, ധൈര്യമായിട്ടിരിക്കാൻ ആർക്ക് പറ്റും എന്നതാണ്. ഇതൊന്നും ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് നമുക്കറിയല്ലോ. മനുഷ്യൻ എന്ന സൃഷ്ടിയെക്കുറിച്ച് മാത്രമല്ല, മനുഷ്യനെ പടച്ചോൻ പടച്ചു. അള്ളാഹു ആണ് നമ്മളെ പടച്ചെന്ന് എവിടുന്ന കിട്ടി? നമ്മളാരെങ്കിലും അള്ളാഹിനെ കണ്ടണോ? കണ്ടണോ? അള്ളാഹു ആണ് നമ്മളെ പടച്ചെന്ന് എവിടുന്ന കിട്ടി? ഖുർആനാ കിട്ടിയത്. ഖലഖൽ ഇൻസാൻ. അള്ളാഹു ആണ് ആരെ പഠിച്ചത്? വൽ ജാന്ന, ജിന്നിനെയും ആരാ പഠിച്ചത്? അള്ളാഹ് പഠിച്ചതാണ്, അള്ളാഹിന്റെ സൃഷ്ടിയാണ്. അപ്പൊ ഖുർആനിൽ അള്ളാഹു എന്തൊക്കെ മനുഷ്യനെ കുറിച്ച് പറഞ്ഞോ അതൊക്കെ സത്യമാണ്. ഇതേപോലെ അള്ളാഹു ജിന്നിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ എന്താണ്? സത്യമാണ്. അപ്പൊ ജിന്നിനെയും മനുഷ്യനെയും ബന്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹ് എന്തൊക്കെ പറഞ്ഞോ അതും സത്യമാണ്. അത് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രം മാർഗം. ശരി, അപ്പൊ എല്ലാവരും സൂറത്ത് നിസ്സാ മറിക്കുക. സൂറത്ത് നിസ്സായിലെ 74 മുതൽ 79 വരെയുള്ള ആയത്തുകൾ. സൂറത്ത് നിസ്സാ 4-ാം അധ്യായം. എല്ലാവരും കാണണം, മൊബൈലിൽ എല്ലാവരും എടുത്ത് നോക്കിക്കൊള്ളി ഖുർആൻ. 7-4, 74 മുതൽ 79 വരെയുള്ള ആയത്തുകൾ. കണ്ടില്ലേ? സൂറത്ത് നിസ്സാ 4-ാം അധ്യായം. സൂറത്ത് നിസ്സായിലെ 74 മുതൽ 79 വരെ ഓതിക്കൊള്ളി.
ചില ആയത്തുകൾ അത് നമ്മളെ വല്ലാതെ സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ വിഷയങ്ങളും എല്ലാ കാലത്തും ഒരേപോലെ അല്ലല്ലോ. ഇപ്പം ഫലസ്തീനിൽ ഏറ്റവും കൂടുതൽ ഫലസ്തീനിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന എന്താ പറയുന്നത്? ഫലസ്തീനികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന, ഏറ്റവും കൂടുതൽ ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന, ഫലസ്തീനിൽ സ്ത്രീകളും കുട്ടികളും പ്രായം ചെന്ന ആളുകളും അവര് ഏറ്റവും കൂടുതൽ അവരുടെ നാടായ അവർ ജനിച്ചു വളർന്ന അവരുടെ നാട്ടിൽ നിന്ന് അവരെ പുറത്തേക്കാണ്. അവരെ പുറത്താക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരെ കൂട്ടക്കുരുതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഫലസ്തീനികളായ ആളുകൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയിൽ ഒരു ഭാഗമാണ് നമ്മൾ ഈ ഓതിയ ആയത്തിലുള്ളത്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാലേ നമുക്കൊക്കെ അതാകാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ ഈ ആയത്തിന് മുഴുവൻ അർത്ഥം പറയണില്ല, നമുക്ക് മണിക്കൂറുകൾ വേണ്ടി വരും. ഞാൻ കേൾപ്പിച്ച ആയത്തിൻ്റെ ആദ്യ ഭാഗത്ത് അള്ളാഹു തആല പറയുന്നത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ യുദ്ധം ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് എന്താണ് മടി എന്നുള്ളത് ചോദിക്കുകയാണ്. യുദ്ധം ആസന്നമായ ഒരു സന്ദർഭത്തിൽ, യുദ്ധം നിർബന്ധമായ ഒരു സാഹചര്യത്തിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ യുദ്ധം ഒരിക്കലും മുസ്ലിമീങ്ങൾ അങ്ങോട്ട് പോയിട്ടൊരു യുദ്ധം ഉണ്ടായിട്ടില്ല. ലോക ചരിത്രത്തിൽ ഏറ്റവും മാന്യമായ യുദ്ധം ഇസ്ലാമിലെ യുദ്ധമാണ്. ഇസ്ലാം നടത്തിയ യുദ്ധമാണ് അത്. പ്രവാചകന്റെ കാലഘട്ടത്തിലെ യുദ്ധം. വളരെ എണ്ണപ്പെട്ട യുദ്ധങ്ങളെ നബിക്ക് നടത്തേണ്ടി വന്നിട്ടുള്ളൂ. ആ യുദ്ധങ്ങൾ പോലും ഏറ്റവും മാന്യക്കാരൻ ഒരിക്കലും അങ്ങോട്ട് പോയി റസൂൽ സഹാബത്ത് യുദ്ധം ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് ആക്രമിക്കാൻ, അന്യായമായി ഇങ്ങോട്ട് ആക്രമിക്കാനും കൊല്ലാനും നാട്ടിൽ നിന്ന് പുറത്താക്കാനും വീട്ടിൽ നിന്ന് പുറത്താക്കാനും വന്ന, വാൾ ഊരിപ്പിടിച്ച് കൊല്ലാൻ വന്നവരെ പ്രതിരോധിക്കുക മാത്രമാണ് ആര് ചെയ്തത്? റസൂൽ സാഹിബ് പ്രതിരോധിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ ദിഫാ ആണ് ശരിക്കും ഖിത്താലായിട്ട് മാറിയത്. അതിന് അള്ളാഹിന്റെ സഹായം ഉണ്ടായത്. ഇസ്ലാമിക എവിടെയും എടുത്തൊക്കെ നബി നടത്തിയ എല്ലാ യുദ്ധങ്ങളും അങ്ങനെ. എന്ന് മാത്രമല്ല, ഒരു യുദ്ധത്തിന് വേണ്ടി അങ്ങനെ ഇങ്ങോട്ട് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി വരുന്നു എന്നറിയുമ്പോൾ യുദ്ധത്തിന് വേണ്ടി നബിയും സഹാബികളും അങ്ങോട്ട് പുറപ്പെടും. ഇവരെ പ്രതിരോധിക്കാൻ വേണ്ടി പുറപ്പെടും. അങ്ങനെ യുദ്ധ മൈതാനിയിൽ വരെ പ്രായമായവരെ, കുട്ടികളെ, സ്ത്രീകളെ ഒരിക്കലും കൊല്ലരുത് എന്ന് കൽപ്പിച്ചു. എന്ന് മാത്രമല്ല, പച്ചപ്പുള്ള ഏതൊരു ജീവിയോടും കരുണ കാണിക്കണം. ഒരു പച്ച പുല്ല് പോലും യുദ്ധമൈതാനത്ത് നിങ്ങൾ എടുത്തു മാറ്റരുത്. ഒരു മരത്തിന്റെ ചില്ല പോലും വെട്ടിമാറ്റരുത്. വളരെ മാന്യമായിട്ട് പഠിപ്പിച്ചു. ഒരിക്കലും ഇസ്ലാം യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയോ യുദ്ധത്തിന് ഇങ്ങോട്ട് കൊല്ലാൻ വരുന്നവരോട് പോലും അങ്ങോട്ട് യുദ്ധം ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം? മാന്യമായിട്ടായിരിക്കണം പ്രതിരോധിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചതാണെന്ത് ഇസ്ലാം ചെയ്തത്. അധ്യാപനങ്ങൾ അങ്ങനെയാണ്. ഇവിടെ ഈ ആയത്തിൽ അള്ളാഹ് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാൻ മടി എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു തആല പറയാണ്, മുസ്തദഅഫീങ്ങളായ ആ ആയത്ത് നോക്കി നിങ്ങൾ. വമാലക്കും അല്ലാ തുഖാതിലു ഫീ സബീലില്ലാഹ്. കണ്ടില്ലേ? ഞാൻ ഫുള്ള് വായിക്കുന്നില്ല. 74-ാമത്തെ ആയത്ത്. വൽ മുസ്തദഅഫീന കൊണ്ടോക്കി. വൽ മുസ്തദഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ. ആരാണ് മുസ്തദഅഫീൻ എന്ന് പറഞ്ഞാൽ? ദുർബലർ. 75-ാമത്തെ ആയത്ത്. ദുർബലരായ ആളുകൾ. ദുർബലർ എന്ന് പറഞ്ഞാൽ അവിടെ മുസ്തദഅഫീൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒന്ന് പ്രായമായ ആളുകൾ, ആരോഗ്യം ക്ഷയിച്ച് വൃദ്ധരായ ആളുകൾ, അവരിൽപ്പെട്ട മുസ്തദഅഫീങ്ങളിൽപ്പെട്ട പിന്നെ റിജാൽ, അതാണ് മുസ്തദഅഫീന മിനർ റിജാൽ, ആണുങ്ങളിൽപ്പെട്ട മുസ്തദഅഫീങ്ങൾ, പ്രായമായ ആളുകൾ, പിന്നെ അതുപോലെ തന്നെ അംഗവൈകല്യമുള്ള ആളുകൾ, കണ്ണ് കാണാത്ത ആളുകൾ, അങ്ങനെ തുടങ്ങി കുറേ മുസ്തദഅഫീങ്ങളുണ്ട്. വന്നിസാ, പിന്നെ മുസ്തദഅഫീങ്ങളിൽപ്പെട്ടവരാണ് സ്ത്രീകൾ. സ്ത്രീകൾ പാവങ്ങളാണ്. സ്ത്രീകളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്. സ്ത്രീയെക്കുറിച്ച് അത് നമ്മളെ ഉമ്മയാണെങ്കിലും അല്ലേ, നമ്മളെ മുന്നിൽ ഏറ്റവും പാവാരാ? നമ്മളെ ഉമ്മയാണ് അല്ലേ. ഒരു മനുഷ്യന്റെ മുന്നിൽ ഏറ്റവും പാവപ്പെട്ടത് ആരാന്ന് വെച്ചാൽ ഏറ്റവും പാവപ്പെട്ടത് എൻ്റെ ഉമ്മ എന്നാ പറയാം അല്ലേ. നമ്മളെ
അവർ എങ്ങനെ വളർത്തിയിട്ടുണ്ടെങ്കിലും നമ്മളാകാൻ കാരണം ആ ഉമ്മയാണ് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മളെ മുന്നിൽ ഏറ്റവും പാവപ്പെട്ട ഒരു മനുഷ്യനാണ്, എൻ്റെ മുന്നിൽ ഏറ്റവും പാവപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. പാവം എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാത്ത ഫക്കീർ മിസ്കിൻ എന്ന അർത്ഥത്തിലല്ല കേട്ടോ, മറിച്ച് ഏറ്റവും സാധു. ആരാണ് ഏറ്റവും സാധു എന്ന് ചോദിച്ചാൽ നമ്മളമ്മയെന്നാണ് അല്ലേ. അത് ആ ഉമ്മയാകട്ടെ, ഭാര്യയാകട്ടെ, നമ്മളെ പെൺകുട്ടികളാവട്ടെ, ഒക്കെ മുസ്തഫീങ്ങളാണ്. ഇതിൽ പാവങ്ങളാണ്. നമുക്ക് നമ്മുടേതായ ഒരു മാനസിക കൽപ്പും ശക്തിയൊന്നും അവർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പെണ്ണ് വേഗം കരയുമെന്ന് പറയാൻ കാരണം. സ്ത്രീകൾക്ക് പെട്ടെന്ന് കണ്ണ് നിറയും, പെട്ടെന്ന് അവർ കരയും. കാരണം എന്താ? അവർ സാധുക്കളാണ്, പാവങ്ങളാണ്. അപ്പം മുസ്തഫീങ്ങളായ വൃദ്ധരായ ആളുകൾ, അംഗവൈകല്യമുള്ളവർ, സ്ത്രീകൾ, പിന്നെ വൽ വിൽദാൻ, പൊന്നുമക്കൾ, ചെറിയ കുട്ടികൾ, ഇങ്ങനെയുള്ള ആളുകൾ അല്ലദീന യഖൂലൂന, അവർ പറയാണ്, എന്താ പ്രാർത്ഥന? റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തി ളാലിമി അഹ്ലുഹാ, ഈ നാട്ടുകാരായ അക്രമികളായ ആളുകൾ ഞങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാണ് പടച്ചോനെ. ഇതാണ് ഞാൻ പറഞ്ഞത്, ജനിച്ച് ഞങ്ങൾ വളർന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കാനാണ് ഈ ബോംബും മിസൈലും വിട്ട് ഞങ്ങൾ ആക്രമിക്കുന്നത്. ഇവർക്ക് നേരെ ബോംബ് വരുമ്പോൾ ഒന്നത്, രണ്ട്, ഇവരുടെ യുവാക്കളായ പുരുഷന്മാരെ ഇവർ കൊന്നെടുക്കുമ്പം അനാഥകളാകുന്നത് ഈ മക്കളാണ്, വിധവകളാകുന്നത് ഈ സ്ത്രീകളാണ്. യുദ്ധത്തിൻ്റെ കെടുതികൾ ആർക്കാണ് കൂടുതൽ വരുന്നത്? കുട്ടികൾക്കും സ്ത്രീകൾക്കുമാണ്. അവർ പറയണം, പടച്ചോനെ ഞങ്ങളെ ഈ നാട്ടിൽ നിന്ന് അവർ പുറത്താക്കാണ്, ഞങ്ങൾ ജനിച്ച് വളർന്ന ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കാണ് പടച്ചോനെ. വജഅൽ ലനാ മിൻ ലദുൻക വലിയ, അതുകൊണ്ട് റബ്ബേ നിന്റെ അടുക്കൽ നിന്ന് ഞങ്ങൾക്കൊരു സഹായിയെ, ഒരു രക്ഷാധികാരി ഏർപ്പാടാക്കിക്കൊണ്ട പടച്ചോനെ. വജഅൽ ലനാ മിൻ ലദുൻക നസീറ, നിന്റെ അടുക്കൽ നിന്ന് ഞങ്ങൾക്കൊരു സഹായിയെ ഏർപ്പാടാക്കിക്കൊണ്ട പടച്ചോനെ. നിന്റെ അടുക്കൽ നിന്ന് ഒരു രക്ഷാധികാരിയെയും നിന്റെ അടുക്കൽ നിന്നൊരു സഹായിയെയും ആക്കിക്കൊണ്ട പടച്ചോനെ. ഇതാ ഞാൻ പറഞ്ഞത്, മനുഷ്യ ചരിത്രത്തിൽ ദുർബലരായ ആളുകളൊക്കെ, അക്രമത്തിന് വിധേയമായ ആളുകളൊക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഫലസ്തീനിലെ ഇന്നത്തെ സ്ത്രീകളും കുട്ടികളും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, അവിടെ ഉയരുന്ന പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റബ്ബന അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തി ളാലിമി അഹ്ലുഹാ വജഅൽ ലനാ മിൻ ലദുൻക വലിയൻ. അപ്പം നമ്മൾ അവരെ സഹായിക്കുമ്പം അള്ളാഹിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരു വലിയ നമ്മളാകും, നസീർ നമ്മളാകും. ഫലസ്തീനികളെ നമ്മൾ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരു സഹായമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അവർക്കൊരു കാരണം അവർക്ക് അപ്പം ഫലസ്തീനികൾ അവർക്കൊരു രക്ഷാധികാരിയാണ് അവർക്കൊക്കെ ആവശ്യം അല്ലേ. മുന്നിൽ നിന്ന് അവരക്രമിച്ചുകൂടാ എന്ന് പറഞ്ഞൊരു പ്രതിരോധം തീർക്കാൻ പവറുള്ളവർ, ശക്തിയുള്ളവർ, അവർക്ക് പ്രതിരോധം തീർക്കണം അല്ലേ. അതാണ് അള്ളാഹ് മേൽത്താറ്റി ചോദിക്കുന്നത്, എന്താ നിങ്ങൾ കാത്തിരിക്കണമെന്ന് ചോദിച്ചത്. ഈ അക്രമം കണ്ടിട്ടും നിങ്ങൾക്ക് എങ്ങനെ കാത്തിരിക്കാൻ പറ്റും എന്ന ചോദ്യമാണ് മേൽത്തായത്തിലുള്ളത്. അപ്പം ഒരു രാജ്യത്തോടാണ് ഈ ചോദ്യമെങ്കിൽ ആ രാജ്യം ഫലസ്തീന് വേണ്ടി എന്ത് ചെയ്തു? ഫലസ്തീനിലെ മക്കൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി. ഒരു രാഷ്ട്രത്തോടാണെങ്കിൽ ആ രാഷ്ട്രം എന്ത് ചെയ്തു? ഒരു വ്യക്തിയോടാണെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? നമ്മൾ ചിന്തിക്കണം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? നമ്മളിങ്ങനെ സങ്കടപ്പെട്ട് നമ്മളിങ്ങനെ പിന്നെ അവരോട് അനുഭാവം പ്രകടിപ്പിച്ച് റാലി നടത്തിയിട്ട് കാര്യമുണ്ടോ? നമ്മൾ എന്തവർക്ക് ചെയ്തു? ഏറ്റവും ചുരുങ്ങിയത് പ്രാർത്ഥനയെങ്കിലും വേണ്ടേ? മുസ്തദഅഫീങ്ങളായ ആളുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളെങ്കിലും നമ്മളിൽ നിന്ന് ഉയരണ്ടേ? അതില്ലെങ്കിൽ നാളെ നമ്മൾ എന്ത് പറയും റബ്ബിനോട്? അപ്പം ഇത് വജഅൽ ലനാ മിൻ ലദുൻക വലിയൻ വജഅൽ ലനാ മിൻ ലദുൻക നസീറ. ശരി, അല്ലദീന ആമനു യുഖാതിലൂന ഫീ സബീലില്ലാഹി വല്ലദീന കഫറു യുഖാതിലൂന ഫീ സബീലി താഗൂത്ത് ഫഖാതിലു ഔലിയാ അശ്ശൈത്താൻ. ഇതാണ് നമ്മുടെ വിഷയം. നമ്മൾ പഠിക്കുന്നത് ജിന്ന് വർഗം 3 വർഗമുണ്ട്. അഫാരീത്ത്, ഹുബുല്, ഗൈലാൻ. നമ്മൾ വിശദീകരിച്ചു എന്താണ് അഫാരീത്ത്, എന്താണ് ഹുബുല്, എന്താണ് ഗൈലാൻ. അത് നമ്മൾ ഖുർആന്റെ ആയത്തിന് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞു. ഇനി ഇപ്പൊ നമ്മൾ പഠിക്കുന്ന കൈദു ഷെയ്ത്താനാണ്. കൈദു ഷെയ്ത്താൻ, ഷെയ്ത്താനിന്റെ തന്ത്രം. അപ്പൊ ഷെയ്ത്താൻ ശക്തിയുള്ളവനാണ്. പക്ഷെ കൈദു ഷെയ്ത്താൻ, ഇന്ന കൈദ ഷെയ്ത്താന് കാന ലഈഫ. എന്താണ് കാന ലഈഫ? എന്താണ്? അത് ദുർബലമാണ്. ഷെയ്ത്താന്റെ കൈതെന്താണ്? ദുർബലമാണ്. അപ്പൊ ആർക്കാണത് ദുർബലമാവുക? നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് ഈ അദ്കാറുകളും ദുആകളും പ്രാർത്ഥനകളൊക്കെ കടന്നു വരുന്നത്. ഇതൊന്നും അറിയാത്തവന്റെ മുന്നിൽ ശക്തവാനായ
എതിരാളി തന്നെയാണ് ഷെയ്ത്താൻ. ശക്തനായ അദുവ് മുബീൻ തന്നെയാണ് ഷെയ്ത്താൻ. ഇതറിയാത്തവനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഇനി ഞാൻ ഇതിന് ശേഷം വേറെയും ചില ആയത്തുകൾ കാണിക്കും. അപ്പോൾ അതുകൂടി നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഷെയ്ത്താനിൻ്റെ അധികാരം ആർക്കുമേൽ. ഷെയ്ത്താൻ തൻ്റെ അധികാരം കാണിക്കൽ, ഷെയ്ത്താൻ തൻ്റെ പവർ കാണിക്കൽ ആർക്കുമേലൊക്കെയാണ് പവർ കാണിക്കുക. ആയുധമുള്ളവൻ്റെ അടുക്കലേക്ക് ആര് വരൂല? ഷെയ്ത്താൻ വരൂല. അപ്പം കാണാത്ത ശത്രുവിൻ്റെ മേലെ കാണുന്ന ആയുധം വീശിയിട്ട് കാര്യമില്ല. കാണുന്ന ആയുധം വീശിയിട്ട് കാര്യമില്ല കാണാത്ത ശത്രുവിൻ്റെ മേലെ. പിന്നെ കാണാത്ത ശത്രുവിൻ്റെ മേലെ നമുക്ക് ഉപയോഗിക്കാനുള്ള ആയുധം ഈ ശത്രുവിനെ വെച്ച റഹ്മാനായ റബ്ബ് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പറയാന്നുള്ളതാണ്, അത് പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പഠിച്ചവന്റെ മുന്നിൽ ഷെയ്ത്താന്റെ കൈത് എന്തായിരിക്കും? ലൈഫായിരിക്കും. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങളിങ്ങനെ വായിച്ചു നോക്കിയാണ്, ഞാൻ എല്ലാത്തിനും അർത്ഥം പറയുന്നില്ല. ഇസ്ലാമികമായി നമ്മൾ അങ്ങനെ ജീവിക്കണം, നിസ്കാരത്തെക്കുറിച്ച്, സക്കാത്തിനെ കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെയാണ്, ഖിതാലിനെ കുറിച്ചൊക്കെ പറഞ്ഞു വന്നിട്ട് അവസാനം അള്ളാഹു പറയാണ് മതാഉ ദുനിയ ഖലീൽ. 77-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗം ശ്രദ്ധിക്കാം. കുൽ മതാഉ ദുനിയ ഖലീൽ. മനസ്സിലാക്കണം, ദുനിയാവിൻ്റെ മത്താഅ് ഖലീലാണ്. ദുനിയാവിൻ്റെ മത്താഅ് വിഭവങ്ങളൊക്കെയും ഖലീൽ. വലാഖിറത്തു ഖൈറുൽ ലിമൻ ഇത്തഖ. തഖ്വയുള്ളവർക്ക് വരാൻ പോകുന്ന രണ്ടാമത്തെ ലോകമാണ് ഏറ്റവും ഖൈറായത്. വലാ തുദ്ലമൂന ഫത്തീല. ഒരാളോടും ഒരിക്കലും അനീതി കാണിക്കപ്പെടുകയില്ല. ഇനി മൗത്തിനെ കുറിച്ചാണ് പറഞ്ഞ അടുത്ത ആയത്ത്. അത് നമ്മളൊന്ന് വായിക്കണം. എന്താണത് പറയാൻ കാരണം? ഞാൻ നേരത്തെ ഒരു പ്രാർത്ഥന കളിപ്പിച്ചില്ലേ, എന്തിരുന്ന പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ യതഖബ്ബതനി അശ്ശൈത്വാനു ഇൻദൽ മൗത്ത്. മരണസമയത്ത് വരെ ശൈത്താൻ ഉണ്ടാകും. ഐനമാ തകൂനു, കേട്ടോളൂ, ഐനമാ തകൂനു, നിങ്ങൾ എവിടെയായിരുന്നാലും യുദ്രിക്കുമുൽ മൗത, മരണം നിങ്ങളെ പിടികൂടും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, അടച്ചുകൂട്ടപ്പെട്ട ഒരു ഭദ്രമായ ഒരു കോട്ടക്കുള്ളിൽ പോലും, ഒരു കോട്ടക്കുള്ളിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ പോലും എന്താവും? ഇത് ഏതൊരു രാജാവിനും, ഏത് ഭരണാധികാരിക്കും, ഏത് പ്രജക്കും, ഏത് കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ, കോട്ടയ്ക്ക് ചുറ്റുമുള്ള മതിലാണ്, കൊട്ടാരത്തിന് ചുറ്റുമുള്ള മതിലാണ് കോട്ട. അവിടെ എത്ര അംഗരക്ഷകരുണ്ടെങ്കിലും, പട്ടാളക്കാരുണ്ടെങ്കിലും, സുരക്ഷാ ഭടന്മാരുണ്ടെങ്കിലും, ഈ കോട്ടയ്ക്കകത്തുള്ള കൊട്ടാര റൂമിലിരിക്കുന്ന ഏതൊരു ഭരണാധികാരി, രാജാവാണെങ്കിൽ പോലും മരണസമയത്ത് ആ സമയം എത്തിക്കഴിഞ്ഞാൽ പോകണം. അതിനമാ തക്കൂനു യുദ്രിക്കുമുൽ മൗത്ത്. പക്ഷെ എന്താ പ്രശ്നം? ഇതിന് അള്ളാഹ് ഇതിന് പറയണെന്തിനാ? ഷെയ്ത്താൻ ഈ മരണസമയത്ത് വരെ നമ്മളെ പ്രയാസപ്പെടുത്തും, ഒരു മനുഷ്യൻ്റെ അവസാന നിമിഷം വരെ. അപ്പൊ എന്താ വേണ്ടത്? ഏത് സബബ് കുലൗദ് ബിന്നാസ് ഫലക്കും നമ്മൾ ഇതിനെ തുടക്കം പഠിച്ചപ്പം ആദ്യത്തിൽ തന്നെ നമ്മൾ എന്താ പറയുന്നത്? എപ്പോഴൊക്കെ ചൊല്ലണം എന്ന് പറഞ്ഞില്ലേ? അതിന്റെ ഫലായിൽ പഠിച്ചപ്പോൾ പറഞ്ഞില്ലേ? എപ്പോഴൊക്കെയാണ്? രാവിലെയും വൈകുന്നേരവും രാത്രി കിടക്കുമ്പോഴും ഒക്കെ ചൊല്ലിയിട്ടായിരിക്കണം. കാരണം എപ്പോഴാണ് നമ്മൾ മരിക്കാന്നറിയില്ല, ഏത് സമയത്തെന്നറിയില്ല, എങ്ങനെയാവാം. അപ്പോൾ ഈ കഴിഞ്ഞ 2026 സ്വീകരിക്കുന്ന ഇതിൻ്റെ ഈ ഒരു പുതുവർഷത്തെ സ്വീകരിക്കുന്നതിൻ്റെ ആഘോഷത്തിനിടയിലാണ് ഇപ്പം ഈ കോഴിക്കോട് എയർപോർട്ടിൽ വിമാനം ഇറങ്ങുന്നത് കാണാൻ വേണ്ടി രാത്രി 12:30-2 മണിക്ക് വന്നു അവിടെ എത്തിയിരുന്നു. നമ്മുടെ സമൂഹം ഇപ്പം അങ്ങനെയാണല്ലോ. രാത്രി ഉറക്കൊഴിക്കണം എന്ന് പറഞ്ഞ ലൈലത്തുൽ ഖദറിന്റെ രാത്രി നല്ലോണം കുറുക്കം വലിച്ച് ഉറങ്ങും ചെയ്യും. പുതുവത്സരത്തിന് സുബി വരെ ഉറക്കൊഴിച്ച് ആൾക്കാർ കുത്തിരുന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സമൂഹം. അവിടെ വന്നു, ഒരു വലിയ ഒരു ഗർത്തമാണ് അതിൻ്റെ മുന്നിൽ. അവിടേക്ക് വീണുപോയി, ആരും അറിഞ്ഞില്ല. വീണിട്ട് കൂടെ ഉള്ളവരൊക്കെ വല്ല അവിടുന്ന് പോയി. രാവിലെ പകലാണ് അറിയണത്. ഒരു വലിയ മരത്തിൻ്റെ കുറ്റി കഴുത്തിലേക്ക് തുളച്ച് കയറിയിട്ട് അവിടുന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ അവിടെ കിടന്ന് രക്തം വാർന്ന് മരിച്ചു. രാവിലെ വിവരറിഞ്ഞ് ഫയർഫോഴ്സൊക്കെ വന്നപ്പം മരിച്ചു കിടക്കുന്ന മയ്യത്താണ് അവിടെ എടുത്ത് മാറ്റിയത്. ഇതാണ് അവസ്ഥ. മദീനത്തുൽ അറബി കോളേജ്, ഞാൻ പഠിച്ച എൻ്റെ കോളേജ്, ആ കോളേജിൻ്റെ മുറ്റത്ത് ഒരു വലിയ ജനാസ സംസ്കാരം നടന്നു. ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്തൊരു ജനാസ. ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന്
പിന്നെ വാർഡ് കമ്മിറ്റിൻ്റെ ആഘോഷത്തിന് വേണ്ടിയിട്ട് സ്കൂട്ടറിൽ പടക്കം നിറച്ചിട്ട് പടക്കം പൊട്ടിക്കാൻ പടക്കേറ്റ് വന്നതാ. ആ പടക്കത്തിലാണ് തീ പിടിച്ചിട്ട് കത്തിപ്പോയി. കത്തിയിട്ട് മയ്യത്ത് കൊണ്ടുവന്നിട്ട് മദീനത്തുൽ മുറ്റത്ത് വെച്ചിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് ഒരാൾക്കും കാണിച്ചു കൊടുത്തിട്ടില്ല. അവസാനം ഉമ്മാക്കും ഭാര്യക്കും മക്കൾക്കും കാണിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്കാണ് കയറ്റിയത്, കാണിക്കാതെ കൊണ്ടുപോയത്. കാരണം കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, അതിന് മാത്രം കത്തിക്കരിഞ്ഞു പോയി. അത് ജനാസംസ്കാരം അവിടെ നടന്നു. റാസുൽ ഹൈമയിൽ ഒരു വലിയ മഴ പെയ്തപ്പം ജലദോഷം മൂക്കൊലിപ്പ് വരാതിരിക്കാനാണ് ഒരു ബിൽഡിങ്ങിന്റെ ചോട്ടിൽ പോയിരുന്നത്. ഒരു കല്ല് വന്നിട്ട് തലയിൽ വീണിട്ട് മരിച്ചു. തൊട്ടടുത്ത് എൻ്റെ നാടിൻ്റെ കുടിഞ്ഞു എന്ന സ്ഥലത്തുള്ളത് ലക്ഷംവീട് കോളേജിൽ താമസിക്കുക. നിക്കാഹ് കഴിഞ്ഞിട്ട് പോയതാ. അവരെ കാത്തിരിക്കുന്നൊരു പെണ്ണുണ്ട്. ആ വീട്ടിൽ മയ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട, മയ്യത്ത് അവിടെ തന്നെ ഖബറടക്കണോ എന്ന ചർച്ചയാണ് ആ വീട്ടുമുറ്റത്ത് നടക്കുന്നത്. അപ്പോൾ മഴ കൊണ്ടാൽ മൂക്കൊലിപ്പുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് കയറി നിന്നത്. തലയിലേക്ക് വലിയ പാറക്കല്ല് വന്നാ വീണത്. തല തകർന്നു പോയി, പൊളിഞ്ഞു പോയി. അപ്പൊ ഏതൊക്കെ സമയത്ത് എവിടെ വെച്ച് എങ്ങനൊക്കെ പറ്റും നമുക്കറിയില്ല. ഐനമാ തഖൂനു യുദ്രിക്കുമുൽ മൗത്ത്. അള്ളാഹ് പറഞ്ഞു 5 കാര്യം അറിയാൻ ശ്രമിക്കണ്ട. 5 കാര്യം അറിയാൻ ശ്രമിക്കണ്ട, കാരണം അള്ളാഹ് മറച്ചു വെച്ചതാ. എന്തൊക്കെയെന്നറിയോ? സൂറത്തുൽ ലുഖ്മാന്റെ അവസാന ഭാഗത്തുണ്ട്. 1, എപ്പോൾ മഴ പെയ്യും, അതറിയാനൊക്കെയുള്ള നൂതന മാർഗങ്ങളൊക്കെ ഉണ്ടാവും. 2, ഗർഭപാത്രത്തിൽ എന്താണുള്ളത്, ആണാണോ പെണ്ണാണോ, അറിയാൻ ശ്രമിക്കണ്ട. മാർഗങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ അറിയാൻ ശ്രമിക്കരുത്. ആണാണോ പെണ്ണാണോ, ആ കുട്ടി എങ്ങനെയായിരിക്കും, സ്വഭാവം എന്തായിരിക്കും, എന്തൊക്കെ ആ കുട്ടീൻ്റെ ജീവിതത്തിൽ സംഭവിക്കും, ആ കാര്യങ്ങളൊക്കെ അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. എപ്പോഴാണ് ലോകം അവസാനിക്കുക, അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. തക്സിബോധ, നാളെ നമ്മൾ എന്ത് സമ്പാദിക്കും, നാളെ നമുക്ക് എന്തൊക്കെ ഉണ്ടാകും, അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. 5ാമത്തെ കാര്യം, എവിടെ വെച്ച് മരിക്കും, അർളിൻ തമൂത്ത്, എവിടെ വെച്ച് മരിക്കും, ഏത് നാട്ടിൽ ഏത് ഭൂമിയിൽ വെച്ച് അറിയില്ല. അതാണ് ഐനമാ തഖൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. എന്നിട്ട് അല്ലാഹു തആല പറയും, എന്തെങ്കിലും ഒരു ഹസനത്ത് വന്നാൽ പറയും അള്ളാഹുവിൽ നിന്നാണ്, സയ്യത്ത് വന്നാൽ അള്ളാഹുവിൽ നിന്നാണെങ്കിൽ അള്ളാഹു പറയാണ് എന്തെങ്കിലും ഒരു നന്മ വന്നാൽ അത് അള്ളാഹ് തന്നതാണ്. സയ്യത്താണെങ്കിൽ നിന്റെ കൂടി ഒരു കാരണം അതിനുണ്ടാവും എന്നാണ് ആയത്ത്. അതിന്റെ 2ാമത്തെ ആയത്തിൽ മാ അസാബക മിൻ ഹസനത്തിൻ ഫമിൻ അല്ലാഹ് വമാ അസാബക മിൻ സയ്യത്തിൻ ഫമിൻ നഫ്സിക്. എന്തെങ്കിലും ഹസനത്ത് വന്നാൽ, സയ്യത്ത് ഹസനത്തൊക്കെ അള്ളാഹിന്റെ അറിവുള്ളൂ, അള്ളാഹ് അറിയാതെ ഒന്നും സംഭവിക്കൂല. പക്ഷെ നന്മ അള്ളാഹ്ക്ക് മാത്രമേ തരാൻ കഴിയുള്ളൂ. ഒരു സയ്യത്ത് ഉണ്ടെങ്കിൽ, ഒരു പ്രയാസം നിനക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു മുസീബത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം നമ്മുടെ കൈകൾ കൂടി പ്രവർത്തിച്ചിട്ടുണ്ടാകും. അള്ളാഹിനനുസരിച്ചാൽ അള്ളാഹിനനുസരിച്ചു. സൂക്ഷിപ്പുകാരനായി നബിയെ താങ്കൾ ഏൽപ്പിച്ചിട്ടില്ല. അപ്പം അള്ളാഹും റസൂലും പറഞ്ഞതുപോലെ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കുക എന്നത് ഖുർആനും സുന്നത്തും എന്താണോ പറയുന്നത് അതനുസരിച്ച് ജീവിക്കലാണ്. അങ്ങനെ ജീവിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് സന്തോഷകരമായ ഒരു ജീവിതം ഈ ലോകത്ത് കിട്ടും. നാളെ മരണത്തിന് ശേഷം നമുക്ക് ഇവിടെ എന്ത് കിട്ടിയിട്ടില്ലെങ്കിലും നമുക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് സ്വപ്നങ്ങൾ നമ്മുടെ മനസ്സ് നിറയുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സ് നിറയുണ്ട്. എന്ത് തന്നെ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അതെല്ലാം പൂർത്തിയാക്കപ്പെടുന്ന ഒരു ലോകം നമുക്ക് വരും, അവിടെ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. രോഗികളായ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു രോഗശമനം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ചെന്നൈയിൽ തന്നെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട വളരെ ചെറിയൊരു കുട്ടി 7 മാസമായിട്ടുള്ളൂ പ്രസവിച്ചിട്ട്. ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞു, ഇനി 2ാമതൊരു ശസ്ത്രക്രിയക്ക് കൂടി, ഒരു സർജറിക്ക് കൂടി വിധേയമാകാൻ പോകുന്നു എന്നാണ് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു തആല ആ പൊന്നു കുട്ടിക്ക് പൈതലിന് അള്ളാഹു തആല ശമനം പ്രദാനം ചെയ്യട്ടെ, ആശ്വാസം പ്രദാനം ചെയ്യട്ടെ, സർജറി വിജയപ്രദമാക്കി കൊടുക്കട്ടെ. 10 മാസം വേദനക്കുമേൽ വേദന സഹിച്ച് പ്രസവിച്ച ഉമ്മാക്ക് അള്ളാഹു മനസ്സിന് ശക്തി പ്രദാനം ചെയ്യട്ടെ, ആ കുടുംബത്തിന് അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എല്ലാവർക്കും എല്ലാവിധ ശാരീരികമായ മാനസികമായ എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹു മുക്തി പ്രദാനം ചെയ്യുമാറാവട്ടെ. ഷൈത്താനിൻ്റെ എല്ലാ ഷെറുകളിലും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആഫിയത്തും ആരോഗ്യം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. 2026 എന്ന പുതിയ വർഷത്തിൽ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാനുള്ള അമലുകൾ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.
നമ്മുടെ രാവിലെ 7 മണിക്ക് നമ്മൾ ഇസ്ലാഹി സെൻറ്ററിൽ നടക്കേണ്ട ക്ലാസ് ഇൻഷാ അല്ലാഹ് ഇന്ന് അസറിന് ശേഷമായിരിക്കും നടക്കുക എന്ന് കൂടി അറിയിക്കാം.